ജീവിതം സാക്ഷി ജീവിതം സാക്ഷി. കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിൻ്റെ നമസ്കാരം. ഇന്ന് പരാതിക്കാരനായിട്ട് എത്തിയിരിക്കുന്നത് ആറ്റിങ്ങലിനടുത്ത് നിന്നും രാജു. ഭാര്യയെക്കുറിച്ചാണ് രാജുവിൻ്റെ പരാതി. രാജുവിനെ നമുക്ക് വിളിക്കാം. രാജു വരൂ. എന്താ ജോലി രാജുവിന്? കൂലിപ്പണിയാണ്. കൂലിപ്പണിക്കാ പോകുന്നത്. രാജുവിൻ്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? എൻ്റെ കുടുംബത്തിൽ ഞാൻ, എൻ്റെ ഭാര്യയും 2 മക്കളും. 2 മക്കളും. രാജുവിൻ്റെ വീട്ടിൽ രാജുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ? അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അച്ഛനും അമ്മയും മരിച്ചുപോയി. കൂടെ 5 മക്കളാണ്. 5 പേരും. 1 പെണ്ണ് 4 ആണ്. 1 പെണ്ണും 4 ആണും. എല്ലാവരും ആ ഭാഗത്ത് തന്നെയാണോ? ദൂരമൊക്കെ താമസിക്കുന്നത്. 2 പേര് എൻ്റെ വീട്ടിലെടുത്താണ്. എൻ്റെ കുടുംബ വീട്ടിൽ കൂടെയാണ് അവർ താമസിക്കുന്നത്. രാജുവിൻ്റെ ഭാര്യയുടെ പേര് പ്രിയ. പ്രിയ. പ്രിയയും 2 മക്കളും. ഒരാണും 1 പെണ്ണും. ഒരാണും 1 പെണ്ണും. മൂത്തതാണ്. ഇളയത് പെണ്ണ്. എത്രയായി മൂത്ത മോൻ? മൂത്ത മോൻ 17 വയസ്സായി. 17 വയസ്സായി. അറിവായ മോക്ക് മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 14 വയസ്സായി. 14 വയസ്സ്. ഇപ്പൊ കുഞ്ഞുങ്ങൾ ആരുടെ കൂടെ? ഈ സ്കൂൾ അടയ്ക്കുന്നവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 10 മാസമായി അവള് പോയിട്ട്. ഇപ്പോഴും 10 മാസമായി. 10 മാസം. സ്കൂള് അടയ്ക്കുന്നവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉത്സവമായി. അപ്പോൾ എൻ്റെ അമ്മയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ തള്ളയിൽ ഇപ്പോൾ കാണട്ടെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഒരു 10 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ പറ്റൂല, മോളെ വാങ്ങുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയെ പറയുന്നത് ഞാൻ 10 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. 10 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ പറ്റൂല, ഞാൻ ജോലിയെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് രാത്രിയൊക്കെ ആവും. ഞാൻ മരം മുറിക്കാനൊക്കെ പോകും. ഞാൻ വരുമ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പോൾ ഞാൻ വന്നിട്ട് എനിക്ക് മിറ്റം തൂക്കാനോ വിളക്ക് എത്തിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ തളർന്നാണ് വരുന്നത്. വരുമ്പോഴത്തേക്ക് കഞ്ഞി വയ്ക്കാൻ പാടാണ് സാറേ. ഇപ്പോഴും ഞാൻ പട്ടിണി കിടക്കും ചില ദിവസം. ഇവനും കഴിഞ്ഞ് വന്ന് ഞാൻ പട്ടിണി എടുക്കുന്ന ദിവസമുണ്ട്. മോൻ ആരുടെ കൂടെ? മോൻ അമ്മമ്മയുടെ കൂടെ പോയി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ മോൾക്ക് എവിടെ എല്ലാ കാര്യങ്ങളും അറിയാം. മോൾക്ക്? എൻ്റെ മോൾക്ക്. എൻ്റെ മോളും ഇവർ 2 പേർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. മോനും മോക്കും അറിയാം. മോൻ അറിഞ്ഞൂടാ. മോൻ നിരപരാധിയാണ്. മറ്റേ അമ്മമ്മയുടെ വീട്ടിലായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ. അല്ല, അമ്മമ്മയുടെ വീട്ടിൽ പോയത് ഇവള് പോയതിന് ശേഷമാണ് പോയത്. അപ്പോഴേ പോയിട്ടുള്ളൂ. അതിന് മുമ്പ് കുഞ്ഞുങ്ങൾ എൻ്റെ ഇവിടെ തന്നെ പോയെന്ന് പറഞ്ഞാൽ ഇവള് വന്നതിന് ശേഷം ഞാൻ മോള് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ മോള് പറഞ്ഞാൽ, ഞാൻ ഒരു ദിവസം അതിനകത്ത് പരിക്കകത്ത് കിടക്കുകയായിരുന്നു. അമ്മ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ഫോൺ വിളിക്കുന്നത്. അമ്മ ഇത് ആരമ്മാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏതായാലും മണിയമാമനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മണിമാമൻ ഒരു പ്രായമുള്ളവർ തന്നെയാണ്. മണിയമാമൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അമ്മ ഇങ്ങനെയല്ലേ സംസാരിക്കുന്നത്. അങ്ങനെ അവള് കൊച്ചിനെ വഴക്ക് പറഞ്ഞു, ആരുടെയും പറയരുത്, ഇത് വേറൊരു മാമനാണ്, കിളിമാനൂരുള്ളൊരു മാമൻ എന്നാണ് എന്നോട് പറഞ്ഞത്. കിളിമാനൂരുള്ളൊരു മാമനാണ്. അപ്പോൾ ഇവള് സംസാരിക്കും. ഞാൻ അച്ഛൻ്റെ കൂടെ പറയും, അണ്ണൻ്റെ കൂടെ പറയും, നീ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഞാൻ ഒരു കൊച്ചു കുപ്പി വിഷമെന്ന് തോന്നുന്നു കൊച്ചിനെ കാണിച്ചിട്ട് ഞാൻ വിഷം കഴിക്കുന്നേ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. ഇതാണ് കൊച്ചൻ്റെ കൂടെ പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഇവർ തങ്ങളിൽ ഫോൺ വിളിക്കും, കൊച്ചിനെല്ലാം അറിയാം. സൈക്കിളിലാണ് ഞാൻ എന്നും രാവിലെ ജോലിക്ക് പോകുന്നത്. ഒരു 6 മണിയാകുമ്പോൾ ഞാൻ പോകും. പക്ഷേ ഇവള് ഞാൻ വീട്ടിലുള്ള സമയത്ത് ഇവള് എല്ലാ കാര്യങ്ങളും ചെയ്യും. വേവിക്കും, എൻ്റെ തുണികൾ കഴുകും, ഞാൻ വരപ്പോഴത്തേക്ക് ആകാരം തനിക്ക് കുടിക്കാൻ വരെ വെള്ളം കോരി വയ്ക്കും. വലിയ വലിയ കാര്യമാണ്, വലിയ സ്നേഹമാണ്. പക്ഷെ കയ്യിലിരിപ്പ് ഇതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കാണുമോ, ആ സ്ത്രീക്ക് അങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ടോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ബോധ്യപ്പെട്ട് അവള് യവനുമായിട്ട് സംസാരിക്കുന്നത് എൻ്റെ ഫോണിലുണ്ട്. ഫോണിലെന്ന് പറഞ്ഞത് ഞാൻ എവൻ്റെ വീട്ടിൽ പോയി എവൻ്റെ ഭാര്യയെ കണ്ടു, എവൻ്റെ അമ്മയെ കണ്ടു, ഉള്ള സഹോദരനെ കണ്ടു. അവർക്കൊക്കെ എല്ലാവരും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ എവൻ്റെ വണ്ടിയുടെ മുതലാളി ഞാൻ കണ്ടു. വണ്ടിയുടെ മുതലാളിയെ ചെന്ന് കണ്ടതിന് ശേഷം വണ്ടി മുതലാളി അവനെ പിടിച്ച് വിരട്ടി. അയാൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അവൻ വണ്ടിയിലെ കണ്ടക്ടറാണ്. അങ്ങനെ അവിടെ വന്നപ്പോൾ വണ്ടി രാത്രി 8 മണിയായി. രാത്രി 8 മണിയായപ്പോൾ വണ്ടി അവിടെ വന്നു. കോൺട്രാക്ടർ മുതലാളി അവനെ വിരട്ടി.
ഈ നിൽക്കുന്ന ആളിനെ നീ അറിയോളാന്ന് ചോദിച്ചു. അല്ല ഇയാൾ എന്നും ചില മിക്കുള്ള ദിവസങ്ങളിൽ എൻ്റെ വണ്ടിയിലാണ് ജോലിക്ക് പോകാൻ വരുന്നത്. എനിക്കറിയാം ഇത് ആരെ ഭർത്താവാണെന്നറിയാമോ, ഇയാളെ ഭാര്യയായിട്ട് നിനക്ക് എന്തൊരു ബന്ധം? അല്ല നമ്മളങ്ങനെ ഒരു ബന്ധമില്ല, അങ്ങനെ ഒരു ബന്ധവുമില്ല എനിക്ക്. അങ്ങനെ ഒരു പെണ്ണാണെന്ന് എന്നും ചെറിയെങ്കിലും ആശുപത്രി പോകാൻ ജോലി വരുന്ന നീ കണ്ടിട്ടുണ്ടാന്ന് ചോദിച്ചു. വന്നിട്ടുണ്ടാവില്ല, അല്ലാതെ ഞാൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അല്ലെങ്കിൽ നാളെ ഒരു കാര്യം ചെയ്യും, നീ 4 മണിയാകുമ്പോഴത്തേക്ക് വാ, എൻ്റെ കാറിൽ തന്നെ എവിടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ പോകാനായിട്ട് ഞാൻ വൈകിട്ട് അവിടെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് ഇന്നെനിക്ക് സമയമില്ല, നാളെ പോവാം. അന്ന് വൈകിട്ട് തന്നെ ഈ മുതലാളി ഇവനും കൂടെ എന്നെ ഫോൺ വിളിച്ചു. അണ്ണാ ഞാൻ ഇവിടെ ഫോൺ വിളിക്കുമെന്നല്ലാതെ മറ്റൊരു ബന്ധവും ഇല്ല. നമ്മളെന്നും ഫോൺ വിളിക്കും, 8 മണിക്ക് 9 മണിക്ക് 10 മണിക്ക് ഏത് സമയം ഫോൺ വിളിക്കും. പക്ഷേ ഞാൻ എപ്പോഴും വിളിച്ചാലും ഇവർക്ക് ബിസിയാണ്. പക്ഷേ ഇവർക്ക് ഞാൻ മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട്, വേറെയും പിള്ളേരുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. ആരാ? പ്രസാദ് പറയുന്നത്.